കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിലും യൂറോപ്പിലുമായി ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. ഡൽഹിയിൽ നിന്ന് ബർമിംഗ്ഹാമിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം ചില സാങ്കേതിക തകരാറുകളെ തുടർന്ന് ഒരു മുൻകരുതൽ എന്ന നിലയിൽ മോസ്കോയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. എയർ ഇന്ത്യയുടെ 787-800 വിമാനം സുരക്ഷിതമായി റഷ്യൻ തലസ്ഥാനത്തെ ഷെരെമെറ്റോ വിമാനത്താവളത്തിൽ ഇറങ്ങിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. 258 യാത്രക്കാരും 17 ജീവനക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. മോസ്കോ സമയം ബുധനാഴ്ച രാത്രി 9:35 സംഭവം നടന്നത്. അടുത്ത ഏതാനും മാസങ്ങളിലായി സാങ്കേതിക തകരാറുകൾ മൂലം അടിയന്തര ലാൻഡിംഗ് നടത്തുന്ന മൂന്നാമത്തെ എയർ ഇന്ത്യ വിമാനമാണിത്. 225 യാത്രക്കാരും 19 ജീവനക്കാരുമായി ഡൽഹിയിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയ വിമാനം നേരത്തെ കാർഗോ ഹോൾഡ് ഏരിയയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തത് കാരണം സൈബീരിയയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു. അന്ന് ജീവനക്കാർക്ക് എയർപോർട്ട് അധികൃതർ ഹോട്ടലുകളിൽ താമസം ഒരുക്കിയിരുന്നെങ്കിലും യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ തന്നെ കഴിയേണ്ടതായി വന്നു. കഴിഞ്ഞ വർഷം ഇതേ റൂട്ടിൽ തന്നെ യാത്ര ചെയ്യുന്ന മറ്റൊരു വിമാനവും സാങ്കേതിക തകരാറ് മൂലം റഷ്യയിൽ തന്നെ മഗ്ദൻ വിമാനത്താവളത്തിൽ ഇറക്കിയിരുന്നു. അന്ന് 216 യാത്രക്കാരും 16 ജീവനക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അന്ന് പകരം വിമാനം എത്തുന്നതുവരെ യാത്രക്കാരെയും ജീവനക്കാരെയും താൽക്കാലികമായിട്ടെടുത്ത് പാർപ്പിച്ചിരുന്നു. വാർത്തകൾ കാണുന്നതോടൊപ്പം തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന അനധികൃത തൊഴിലാളികളെ കണ്ടെത്താൻ വ്യാപകമായി തിരച്ചിൽ തുടരുന്നു. UK ബോർഡർ ഏജൻസി ഉദ്യോഗസ്ഥരും പോലീസും പ്രധാനമായും റെസ്റ്റോറന്റുകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. അനധികൃത തൊഴിലാളികളെ ജോലിക്ക് വെച്ചതിനെ തുടർന്ന് മലയാളികളടക്കം ഉടമസ്ഥരായുള്ള നിരവധി ഇന്ത്യൻ റെസ്റ്റോറന്റുകൾക്ക് വൻ തുകയാണ് പിഴ. ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് പുറത്തുവിട്ട രേഖകൾ പ്രകാരം റെസ്റ്റോറന്റുകൾക്കാണ് കൂടുതൽ കേസുകൾ. സ്റ്റഡി വിസ, പോസ്റ്റ് സ്റ്റഡി വിസ, വിവിധ വർക്ക് വിസകൾ എന്നിവ കാലഹരണപ്പെട്ടിട്ടും UK-യിൽ നിന്ന് മടങ്ങിപ്പോകാതെ ഒളിവിൽ നിന്ന് ജോലി ചെയ്യുന്നവരെയാണ് തിരച്ചിലിൽ പിടികൂടുന്നത്. പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യതയാണ് ഇവരെ റെസ്റ്റോറന്റുകളിൽ ജോലിക്കെത്താൻ പ്രേരിപ്പിക്കുന്നത്. ജോലിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ മൂലം റെസ്റ്റോറന്റ് ഉടമകളും ഒരു പരിധിവരെ ഇത്തരം നിയമനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഇന്ത്യൻ വംശജർ നടത്തുന്ന സ്ഥാപനങ്ങളിലാണ് കൂടുതലായും ഇത്തരം നിയമനങ്ങൾ നടക്കുന്നത് എന്നാണ് പരക്കെ ഉയരുന്ന ആരോപണം. ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലുള്ള 10ഓളം സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയതായി ഹോം ഓഫീസ് പുറത്തുവിട്ട ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് അറിയിപ്പിൽ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തിരച്ചിലിൽ അനധികൃത തൊഴിലാളികൾ നിയമിച്ച എസെക്സിലെ ഇന്ത്യൻ റെസ്റ്റോറന്റുകളായ ആകാശ് തന്തൂരിക്ക് 40,000 പൗണ്ട് പിഴയും സുനൂസ് കിച്ചണിന് 20,000 പൗണ്ട് പിഴയും ചുമത്തി. അനധികൃത തൊഴിലാളികളുടെ വിളനിലമായി റെസ്റ്റോറന്റ് മേഖലകൾ മാറുന്നതായി പരക്കെ ആരോപണമുയരുന്ന സാഹചര്യത്തിൽ പരിശോധനകൾ വ്യാപകമാണ്. ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് പുറത്തുവിട്ട രേഖകൾ പ്രകാരം ഡവണിലെ രജപുത്ര ഇന്ത്യൻ റെസ്റ്റോറന്റിന് 80,000 പൗണ്ട് പിഴയാണ് ചുമത്തിയിട്ടുള്ളത്. ഗ്രേറ്റർ ലണ്ടനിലെ ടാസ കബാബ് ഹൗസ്, കെന്റിലെ ബാദ്ഷാ ഇന്ത്യൻ ക്യൂസിൻ എന്നിവയ്ക്ക് 30,000 പൗണ്ട് പിഴ ചുമത്തിയിട്ടുണ്ട്. കെന്റിലെ തന്നെ കറി ലോഞ്ച് ഇന്ത്യൻ റെസ്റ്റോറന്റിന് 15,000 പൗണ്ട് പിഴ ചുമത്തി. ടെൽഫോർഡിലെ രാജ് ക്യൂസിൻ, ബർമിംഗ്ഹാമിലെ അലിഷാൻ ടേക്ക് അവേ, സ്റ്റോക്ക് ഓൺ ട്രെന്റിലെ ദേശി മൊമെന്റ്സ്, കരാരി ഹൗസ്, ഡെർബിഷെയറിലെ കാശ്മീർ ഹലാൽ മീറ്റ്സ്, ലെതർഹെഡിലെ കീർത്തോൺ ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്നിവയ്ക്ക് 10,000 പൗണ്ട് വീതമാണ് പിഴ ചുമത്തിയത്. നിരവധി അനധികൃത തൊഴിലാളികളെയും ഇവിടെ നിന്ന് പിടികൂടി. നിയമവിരുദ്ധമായി ആളുകളെ ജോലിക്കെടുക്കുന്നതായി കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾ ആദ്യ കുറ്റത്തിന് ഒരു തൊഴിലാളിക്ക് 45,000 പൗണ്ട് വരെയും ആവർത്തിച്ചുള്ള കുറ്റങ്ങൾക്ക് 60,000 പൗണ്ട് വരെയും പിഴ നൽകേണ്ടി വരും. അനധികൃത തൊഴിലാളികളെ വ്യാപകമായി കണ്ടെത്തുന്ന സാഹചര്യത്തിൽ റെസ്റ്റോറന്റുകൾ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ തിരച്ചിൽ തുടരുമെന്ന് ഹോം സെക്രട്ടറി വെയ്റ്റ് കൂപ്പർ പറഞ്ഞു. അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള ലേബർ പാർട്ടി പദ്ധതികളുടെ ഭാഗമായി വേനൽക്കാലത്ത് പ്രവർത്തനങ്ങൾ തീവ്രമാക്കാൻ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് മുൻകൈയെടുക്കുമെന്ന് വെയ്റ്റ് കൂപ്പർ പ്രഖ്യാപിച്ചു. UK-യിലെ വെയിൽസിലെ കാർഡിഫ് ആൻഡ് വെയിൽ യൂണിവേഴ്സിറ്റി ഹെൽത്ത് ബോർഡിലേക്ക് നഴ്സുമാർക്ക് അവസരം. ഇതിനായി നോർക്ക റൂട്ട്സ് ഓൺലൈൻ അഭിമുഖം സംഘടിപ്പിക്കുന്നു. CBT യോഗ്യതയും പീഡിയാട്രിക് ICU സ്പെഷ്യാലിറ്റിയിലും ട്രക്കിയോസ്റ്റമിയിലും പ്രവൃത്തി പരിചയം വേണം. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്ന IELTS OET UK സ്കോറുകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. നഴ്സിംഗിൽ ബിരുദമോ ഡിപ്ലോമയോ ഉള്ളവർക്കും ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്ന IELTS OET UK സ്കോറുകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് ഇതേ മേഖലയിൽ ചുരുങ്ങിയത് 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അനിവാര്യമാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബയോഡേറ്റ, OET, IELTS സ്കോർ കാർഡ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ടിന്റെ പകർപ്പ് എന്നിവ സഹിതം 2024 സെപ്റ്റംബർ 7 ukNHS.norca@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. പ്രവൃത്തി പരിചയം സംബന്ധിക്കുന്ന വിശദാംശങ്ങളും ബയോഡാറ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇംഗ്ലണ്ടിലെ ട്യൂഷൻ ഫീസ് 12,500 പൗണ്ടാക്കി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുയരുന്നു. അധ്യാപന ചെലവുകളും യൂണിവേഴ്സിറ്റികളുടെ നടത്തിപ്പ് ചെലവുകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യമുയരുന്നത്. ബ്രിട്ടനിലെ 141 യൂണിവേഴ്സിറ്റികളെ പ്രതിനിധാനം ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് UK വരുന്ന ആഴ്ച പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന രേഖയിലാണ് ഈ ആവശ്യമുള്ളത്. കിങ്സ് കോളേജ് ലണ്ടൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഷിതിജ് കപൂറിന്റെ നേതൃത്വത്തിലാണ് പുതിയ ആവശ്യമായി യൂണിവേഴ്സിറ്റികൾ രംഗത്തെത്തുന്നത്. അധ്യാപനത്തിനായി കൂടുതൽ ധനസഹായം വൈസ് ചാൻസലർമാർ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ടെന്നും
ഇതിനൊരു ഉത്തരം കണ്ടെത്തുക അത്ര എളുപ്പമല്ലെന്നുമാണ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ പറയുന്നത്. UK-യിൽ തദ്ദേശീയരായ വിദ്യാർത്ഥികൾ നൽകേണ്ട ട്യൂഷൻ ഫീസ് വളരെ കുറവാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായാൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കേണ്ടതായും കോഴ്സുകൾ പലതും നിർത്തലാക്കേണ്ടതായും വരുമെന്നും അവർ പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികളുടെ ഫീസ് ഉപയോഗിച്ചായിരുന്നു പല യൂണിവേഴ്സിറ്റികളും നടത്തിക്കൊണ്ടു പോയിരുന്നത്. വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറഞ്ഞതോടെ തദ്ദേശീയരായ വിദ്യാർത്ഥികളുടെ ഫീസ് ഉയർത്തുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലാത്ത സാഹചര്യമാണുള്ളത്. ഫീസ് ഉയർത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുവെന്നും പ്രതിവർഷം 12,500 പൗണ്ടാക്കി ഉയർത്തണമെന്നുമാണ് പൊതുവെ ഉയർന്ന നിർദ്ദേശമെന്നും പ്രൊഫസർ കപൂർ പറഞ്ഞു. അതേസമയം യൂണിവേഴ്സിറ്റീസ് UK കമ്മീഷൻ ചെയ്ത ലണ്ടൻ എക്കണോമിക്സിന്റെ പഠനത്തിൽ കണ്ടെത്തിയത് പ്രതിവർഷം യൂണിവേഴ്സിറ്റികൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് 265 ബില്യൺ പൗണ്ട് സംഭാവന നൽകുന്നുവെന്നാണ്. ഇതും സർക്കാർ പരിഗണിക്കണമെന്നാണ് യൂണിവേഴ്സിറ്റീസ് UK ആവശ്യപ്പെടുന്നത്. നിലവിൽ 2012 നിശ്ചയിച്ച പ്രതിവർഷം 9,000 പൗണ്ട് എന്നതാണ് യൂണിവേഴ്സിറ്റികൾക്ക് തദ്ദേശീയരായ വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങാവുന്ന പരമാവധി ട്യൂഷൻ ഫീസ്. UK-യിലെ വീടുകളുടെ വില 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ഹാലിഫാക്സിൽ നിന്നുള്ള ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ലിസ് ട്രസിന്റെ കുപ്രസിദ്ധമായ മിനി ബജറ്റിന്റെ അനന്തരഫലങ്ങളിൽ നിന്ന് പ്രോപ്പർട്ടി മാർക്കറ്റ് കരകയറിയതിന്റെ ഏറ്റവും വലിയ സൂചനയായി UK-യിലെ വീടുകളുടെ വില കഴിഞ്ഞ മാസം 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇതുമൂലം UK-യിൽ ഒരു വീടിന്റെ ശരാശരി വില 2,92,505 പൗണ്ടായി ഉയർന്നു. ലിസ് ട്രസിന്റെ വിനാശകരമായ മിനി ബജറ്റിന് മുമ്പുള്ള മാസമായ 2022 ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയാണിത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള പ്രത്യേക കണക്കുകൾ കാണിക്കുന്നത് ജൂലൈയിൽ വീട് വാങ്ങുന്നവർക്കായി ഏകദേശം 62,000-ഓളം മോർഗേജുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇത് 2022 സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നമ്പറാണ്. 4.5 വർഷത്തിനിടെ ആദ്യമായി പലിശ നിരക്ക് 5.25% നിന്ന് 5% കുറയ്ക്കാനുള്ള ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ നീക്കമാണ് UK ഭവന വിപണിയെ ഉത്തേജിപ്പിച്ചത്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ മോർഗേജ് ദാതാവായ ലോയ്ഡ്സ് ബാങ്ക് ആദ്യമായി വാങ്ങുന്നവർക്ക് വായ്പ നൽകാൻ തയ്യാറുള്ള പരമാവധി തുക വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചപ്പോൾ കൂടുതൽ മത്സരാധിഷ്ഠിത മോർഗേജ് നിരക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് മറ്റു ബാങ്കുകളും മുന്നോട്ട് വന്നു. പലിശ നിരക്കുകൾ വെട്ടിക്കുറച്ചതിന് ശേഷം മോർഗേജ് നിരക്കുകൾ കുറയാൻ തുടങ്ങിയതിനാൽ ഈ വർഷം മുഴുവൻ UK-യിലെ വീടുകളുടെ വില വർദ്ധിക്കുന്നത് തുടരുമെന്ന് ഹാലിഫാക്സ് കഴിഞ്ഞ മാസം പ്രവചിച്ചിരുന്നു. നോർത്തേൺ അയർലൻഡിലെ ഒരു വസ്തുവിന്റെ ശരാശരി പ്രോപ്പർട്ടി വില ഇപ്പോൾ 2,143 പൗണ്ടാണ്. വെയിൽസിലെ വില 2,24,433 പൗണ്ടും. നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലുള്ള ഒരു വീടിന്റെ ശരാശരി വില 2,32,917 പൗണ്ടാണ്. UK-യിലെ ഏറ്റവും ചിലവേറിയ പ്രോപ്പർട്ടി വില ലണ്ടനിൽ തന്നെ തുടരുന്നു. ശരാശരി 5,36,056 പൗണ്ടാണ് ലണ്ടനിലെ ഒരു വീടിന്റെ വില. അതേസമയം വെയിൽസിൽ രണ്ടാമത്തെ വീടുള്ളവർക്ക് സാധാരണ കൗൺസിൽ ടാക്സ് നിരക്കിന് മുകളിൽ 300% വരെ പ്രീമിയം ടാക്സ് ഈടാക്കാൻ പ്രാദേശിക അധികാരികൾക്ക് അധികാരം നൽകിയതോടെ വെൽഷ് കൗണ്ടിയിൽ വിൽക്കുന്ന രണ്ടാമത്തെ വീടുകളുടെ എണ്ണം 3 ഇരട്ടിയായി. ആളുകൾക്ക് അവർ വളർന്ന പ്രദേശത്ത് വീട് വാങ്ങുന്നത് എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വെൽഷ് ഗവൺമെന്റ് പുതിയ നികുതി വർധനവ് നിയമം കൊണ്ടുവന്നത്. ക്രോസ് ചാനൽ ഫെറി വഴി UK-യിലേക്ക് 7 കുടിയേറ്റക്കാരെ കടത്തിയ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വാൻ ഡ്രൈവർ അനസ് അൽ മുസ്തഫയ്ക്ക് 10 വർഷം തടവ്. ഈ വർഷം ഫെബ്രുവരിയിലാണ് 7 വിയറ്റ്നാമീസ് പൗരന്മാരെ മണിക്കൂറുകളോളം ശുദ്ധവായുവോ വെള്ളമോ ഭക്ഷണമോ നൽകാതെ തന്റെ വാനിന്റെ ചെറിയ കമ്പാർട്ട്മെന്റിൽ ഒളിപ്പിച്ച് UK-യിലേക്ക് കടത്താൻ ശ്രമിച്ചത്. ശ്വാസം കിട്ടാതായതിനെ തുടർന്ന് അഭയാർത്ഥികൾ അലറി വിളിച്ചപ്പോൾ ഷിപ്പ് ക്രൂ മെമ്പേഴ്സ് കോടാലി ഉപയോഗിച്ചാണ് വ്യാജ പാർട്ടീഷൻ തകർത്ത് അവരെ രക്ഷിച്ചത്. പാതി വഴിയിൽ ഉപേക്ഷിച്ച ഋഷി സുനക് സർക്കാരിന്റെ റുവാണ്ടൻ സ്കീം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ജർമ്മനി. റുവാണ്ടയിലേക്ക് കയറ്റി അയക്കുന്ന അഭയാർത്ഥികളുടെ ഹൗസിംഗ് സൗകര്യങ്ങൾക്കായി 700 മില്യൺ പൗണ്ടോളം ചെലവാക്കി ഋഷി സുനക് സർക്കാർ അവിടെ വളരെയധികം വീടുകൾ നിർമ്മിച്ചിരുന്നു. ഈ താമസ സൗകര്യം ജർമ്മനി ഉപയോഗിക്കാമെന്നാണ് രാജ്യത്തിന്റെ മൈഗ്രേഷൻ കരാർ കമ്മീഷൻ നിർദ്ദേശിച്ചത്. UK-യുടെ യഥാർത്ഥ പദ്ധതി പ്രകാരം റുവാണ്ടയിലേക്ക് അയച്ച അഭയാർത്ഥികളെ UK-യിലേക്ക് മടങ്ങാൻ അനുവദിക്കില്ല. റുവാണ്ടയിൽ അവരുടെ അവകാശവാദം അംഗീകരിക്കപ്പെട്ടാൽ അവിടെ താമസിക്കാൻ അനുവദിക്കാം. അല്ലെങ്കിൽ അവർക്ക് മറ്റു കാരണങ്ങളാൽ രാജ്യത്ത് സ്ഥിരതാമസമാക്കാനോ മറ്റു രാജ്യത്ത് അഭയം തേടാനോ അപേക്ഷിക്കാം. എന്നാൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയ ഉടൻ ഈ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. തങ്ങൾക്ക് അധികാര തുടർച്ച കിട്ടിയാൽ നടക്കാമായിരുന്ന റുവാണ്ട സ്കീം ശരിയായിരുന്നുവെന്നാണ് ജർമ്മനിയുടെ ഈ നീക്കത്തോടെ തെളിഞ്ഞതെന്നാണ് ഷാഡോ ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവർലി ഇപ്പോൾ പറയുന്നത്. അതേസമയം ഇംഗ്ലണ്ടിൽ നിന്നും വെയിൽസിൽ നിന്നും തടവുകാരെ എസ്തോണിയയിലേക്ക് അയക്കാൻ സർക്കാർ പദ്ധതിയിടുന്ന റിപ്പോർട്ടുകൾ മുൻ കൺസർവേറ്റീവ് ഭരണകൂടം തയ്യാറാക്കിയ പദ്ധതികളാണെന്നും ലേബർ സർക്കാരിന് അത് പിന്തുടരാൻ പദ്ധതിയില്ലെന്നും ഡൗണിംഗ് സ്ട്രീറ്റ് വക്താവ് പറഞ്ഞു.